ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അത് നോക്കി നടക്കുവാണ് ഞാനിവിടെ സിറ്റി സെൻറ്ററിൽ. അപ്പം നമുക്ക് നേരെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് നടക്കാം. അങ്ങനെ നമ്മുടെ നടത്തും ക്രിസ്മസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ടൗണിലൊക്കെ ഒരുവിധം എല്ലാ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും എല്ലാ കടകളും എല്ലാം ഇതുപോലെ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ബിക്കോസ് എന്തോ ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ നിന്ന് എടുക്കുകയൊക്കെ ചെയ്തു. ബിക്കോസ് ഇത് ആദ്യമായിട്ടാണല്ലോ നമ്മളിങ്ങനെ കാണുന്നത്. സ്ട്രീറ്റ്സൊക്കെ കംപ്ലീറ്റ്ലി ക്രിസ്മസ് ട്രീ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടും ഡെക്കറേറ്റ് ചെയ്ത് എന്താ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ കൂടെയൊക്കെ നടന്നു. ശരിക്കും പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ക്രിസ്മസ് മാർക്കറ്റിലോട്ട് ഒരു 0.8 മൈൽസൊക്കെ ഉള്ളൂ നടക്കാനായിട്ട്. പക്ഷേ ആ നടക്കുന്ന വഴി ശരിക്കും ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞാൻ എത്തിയത് ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. ഇതാണ് ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഇങ്ങനൊരു സംഭവം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ക്രിസ്മസ് മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ ആദ്യം മുതൽക്കേ ഇങ്ങനെ പല പല സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ചുറോസ് ഉണ്ട്, പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉണ്ട്, ഒരുപാട് എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ഓൾമോസ്റ്റ് ഒരു 14 പൗണ്ടൊക്കെ വരുന്നുണ്ട് ഒരൊറ്റ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസാണ്. ഞാനങ്ങനെ ഒരുവിധം ഫുഡ് ഐറ്റംസ് ഒന്നും കഴിച്ചില്ല. പിന്നെ അങ്ങനെയൊക്കെ ഞാനിവിടുന്ന് ഒന്നും അങ്ങനെ വാങ്ങിക്കുകയും കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാനിനി അടുത്ത ദിവസം വേറൊരു ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്നുണ്ട്. സോ അവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഒന്നും കഴിച്ചൊന്നും ചെയ്തില്ല. അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പലതരം എന്താ പറയുക കടകളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ്സ് പല ഷേപ്പിലും സൈസിലും ആയിട്ടുള്ള ചോക്ലേറ്റ്സ് വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ അല്ലേ ഊട്ടിയിട്ട് ആ ഒരു ഇതിലൊക്കെ. പക്ഷേ ഇവിടുത്തെ ഓരോ കടകളും കാണാനാണ് ഭയങ്കര രസം. ചിലത് വണ്ടികൾ മോഡിഫൈ ആയിട്ടാണ്, ചിലത് കണ്ടെയ്നറുകൾ മോഡിഫൈ ആയിട്ടാണ്, ചിലത് എന്താ പറയുക ഇങ്ങനത്തെ മരങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള പലതരം എന്താ പറയുക കടകൾ തന്നെയായിരുന്നു ഇതൊക്കെ. പിന്നെ ഒരുവിധം കുറേയൊക്കെ സ്വീറ്റ്സാണ്, ക്യാൻഡീസ് ടൈപ്സ് ഉള്ള അങ്ങനെയൊക്കെ. അറ്റ് ദി എൻഡിൽ നമ്മുടെ ഈ ഒരു എക്സിബിഷൻ്റെ അവസാനം പോലെ നമ്മുടെ ഇതിൻ്റെ ഒരു ഏറ്റവും എൻഡിൽ വരുന്നതാണ് എന്താ പറയുക പലതരം പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ. ലൈക്ക് കറൂസൽ പോലത്തത് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. പിന്നെ എന്താ പറയുക ഫെറിസ് വീല് അങ്ങനെയുള്ള എല്ലാമായിരുന്നു ലാസ്റ്റിലേക്ക് ഉണ്ടായിരുന്നത്. ഇതൊരു അത്യാവശ്യം ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ് തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഇതെൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റാണ്. അത് കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ നവംബർ 20 ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ ഓടി വന്നത് ക്രിസ്മസ് മാർക്കറ്റ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇത് നല്ല സിറ്റി സെൻറ്ററിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ടായിരുന്നു. ഇതിന് 15 പൗണ്ടായിരുന്നു. നമുക്ക് കയറി നിന്ന് ഫോട്ടോസ് അവർ എടുക്കും. ആ ഫോട്ടോസ് ഫ്രീ ഓഫ് കോസ്റ്റാണ്. ലൈക്ക് നമ്മൾ 15 പൗണ്ട്സ് കൊടുത്ത് കയറുന്ന കാരണം നമുക്കൊരു ഫോട്ടോയും കിട്ടും. അങ്ങനെ ഞാൻ പക്ഷേ ഇവിടെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് വെറുതെ ഒരു 15 പൗണ്ട് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ബിക്കോസ് അങ്ങനെയൊക്കെ. ബിക്കോസ് എനിക്കൊരു സാന്റാഗ്രോട്ടോ കിട്ടാനായിരുന്നു കൂടുതൽ താല്പര്യം. ലൈക്ക് അപ്പം അങ്ങനെയുള്ള വല്ല ക്രിസ്മസ് മാർക്കറ്റും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതാക്കാം. ഇതൊക്കെ കുറച്ച് എന്താ പറയുക മരത്തിൻ്റെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, കൈത്തറി പോലത്തെ അങ്ങനത്തെയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയുള്ള കട വീണ്ടും ക്രിസ്മസ് ഡെക്കറേഷൻസ്. ഇവരൊക്കെ ഇതൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കുന്നു. ഹാൻഡ് മെയ്ഡ് ക്രിസ്മസ് ഡെക്കറേഷൻസ് എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായത്. അങ്ങനെ ആ ഒരു വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെയായിരുന്നു എൻ്റെ ഈ ഒരു വീക്കെൻഡിലെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്. ഈ ഒരു ക്രിസ്മസ് അങ്ങനെ ഞാൻ ആ ക്രിസ്മസ് മാർക്കറ്റിൽ ഇറങ്ങി. ഇനി നേരെ നടക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പോൾ അവിടെ നടക്കുന്ന വഴി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താന്നുള്ളത്. ഫുൾ ലൈറ്റിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുക. അപ്പം ഞാൻ ഓർത്തു അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. ഇത് ആ ഒരു അറ്റം വരെയും ഉണ്ട്. എനിക്ക് ഈ വഴിക്ക് ഞാൻ പോകാനുള്ളത്. അപ്പം ഞാൻ നോക്കട്ടെ, നല്ല നല്ല വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ കൂട്ടാം. ഇനി ഞാൻ നെക്സ്റ്റ് വീക്ക് വേറൊരു ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്നുണ്ട്. അതും ഇതിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ അത്രയും കൂടെ നടക്കാനുള്ളൊരു
ശേഷിയില്ല. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് പോവാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒരൊറ്റ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഇവിടെ ഷോപ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട്. ഷോപ്പിൻ്റെയും കൂടെ കാണിച്ചാൽ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഞാൻ ബസ് സ്റ്റാൻഡിൽ കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് പോകാനുള്ള ബസ് വരിക 18 എന്ന് പറയുന്ന സ്റ്റാൻഡ്സിലാണ്. അപ്പം ഞാൻ ഇപ്പോൾ 55 ഒക്കെ എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് 18 പെട്ടെന്ന് തന്നെ. പക്ഷെ സമയമുണ്ട് നമുക്കിനി. കുറേ നേരമായിട്ട് പുറത്തോട്ട് എനിക്ക് കയ്യും മൂക്കൊക്കെ വേദനയാകുന്നുണ്ട്. പക്ഷെ ദിസ് ഇസ് പാർട്ട് ഓഫ് ലിവിങ് ഹിയർ. നമുക്കിവിടെ നിൽക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ കുറച്ചുള്ള സാധനങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ. അങ്ങനെ ഇതെൻ്റെ പുതിയ ജാക്കറ്റാണ്. പക്ഷെ ഇത് അത്രയും കട്ടിയില്ല. ഇതൊക്കെ ഞാൻ യൂഷ്വലി യൂസ് ചെയ്ത നല്ല കട്ടിയുള്ള ജാക്കറ്റാണ്. ബിക്കോസ് ഇന്ന് അത്രയും കുറച്ചും കൂടെ പോസിറ്റീവ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ജാക്കറ്റ് ഇട്ടേ. ഞാനിതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓട്ടം കഴിഞ്ഞു പോയി. അത് കാരണം പിന്നെ ഞാൻ ഓർത്തു ഇങ്ങനെ ഫോട്ടോസിലൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇത് വലിയ ബസ് സ്റ്റാൻഡാണ്. നമുക്ക് ഓൾമോസ്റ്റ് 50 ബസ്സൊക്കെ ഒരുമിച്ച് 50 to 60 ബസ്സൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന അത്രയും വലിയ ബസ് സ്റ്റാൻഡാണ് ഇത്. എൻ്റെ ബസ് വരിക 18 ഹാമിൽട്ടൺ. അങ്ങനെ എൻ്റെ ഓൾറെഡി ഞാൻ ദിവസം ഈ ബസ്സിന് തന്നെയാണ് വരുന്നത്. അത് കാരണം നമ്മളുടെ ടിക്കറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ബസ് ഇപ്പം ഇല്ല, 5:30 ഉള്ളൂ. ഇപ്പം 5 ആയിട്ടുള്ളൂ. നമുക്കിനി കുറേ സമയമുണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബസ് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ഇതേ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സോൺ ബസ്. അപ്പോൾ ഈ ബസ് നേരത്തെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 5-10 മിനിറ്റിനെ കൊണ്ട് അവർ കയറ്റിയിരിക്കുമായിരിക്കും. ബസ് കയറി കഴിഞ്ഞാൽ ഇത്ര തണുപ്പില്ല. ബിക്കോസ് അവിടേക്ക് ഹീറ്ററിലോട്ട് വലിയ കുഴപ്പമില്ല.